സ്കൂൾ കായികമേളയിൽ ഒന്നാം സ്ഥാനം നമുക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അതിൽ പ്രത്യേകിച്ചും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ട് കായിക താരങ്ങളുള്ള ഈ പ്രദേശത്താണ് നമ്മുടെ ഈ സ്റ്റേഡിയം വേണ്ട വിധത്തിൽ സംരക്ഷിക്കപ്പെടാതെ പോകുന്നത്. മെയിൻ്റനൻസ് ആണ്, വാർഷിക മെയിൻ്റനൻസ് കൃത്യമായി നിർവഹിക്കപ്പെടുന്നില്ല. നമ്മുടെ യുവജനങ്ങളാണ് നമ്മുടെ ഭാവി. ഈ സ്പോർട്സിൽ നിന്ന് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സാഹചര്യം കൊണ്ട് മടുത്തായിരിക്കും ഒരുപാട് കായിക താരങ്ങളൊക്കെ മുന്നോട്ട് വരാത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുക്കുമ്പോഴത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായ പൂർണ്ണ ഉത്തരവാദിത്വം കൂടിയ കമ്പനി കൊടുക്കണം, ഇല്ലേ? എത്രയും വർഷത്തിൽ നമ്മളൊരു ഇത്രയും വലിയ കോൺട്രാക്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു അത്രയും വർഷം കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന അത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആ മെയിൻ്റനൻസ് നടക്കുന്നതല്ല. അത് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ നിർവഹിക്കുന്നില്ല. നമസ്കാരം. വളരെയധികം പ്രതീക്ഷകളോടുകൂടി ഒരു സിന്തറ്റിക് ട്രാക്ക് ആറ്റിങ്ങൽ ഉണ്ടായി. ഏകദേശം 4-5 വർഷം മുന്നേ ആയിരുന്നു, അല്ലേ? ഇപ്പോൾ അതിൻ്റെ ശോചനീയാവസ്ഥ അവർ തന്നെ അതിൻ്റെ അസോസിയേഷൻകാർ തന്നെ നമ്മളോട് പറയാണ്. കാരണം 30% മാത്രമേ സിന്തറ്റിക് ട്രാക്ക് ബാക്കിയുള്ളൂ. അത് മാത്രമല്ല 80 പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റലിൽ ഇപ്പോൾ 100ഓളം പേർ താമസിക്കുന്നു. യാതൊരുവിധ വരുമാനവും അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവും ഒന്നും സർക്കാർ നോക്കുന്നില്ല എന്നൊക്കെയാണ് അവരുടെ പരാതി. ഒരുപാട് മത്സരങ്ങളൊക്കെ നടന്ന് അതിൻ്റെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പരിപാടികളുടെ വരുമാനം കൊണ്ട് അത് തീർക്കണമെന്നൊക്കെയാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ അതൊന്നും ഈ വരുമാനത്തിനനുസരിച്ചുള്ള കാശൊന്നും തരുന്നില്ലല്ലേ? അതല്ലേ വാസ്തവം? അതെ. അപ്പം ഈ ആറ്റിങ്ങൽ കായിക താരങ്ങളുടെ ഒരു മേഖലയാണ്, പ്രദേശമാണ്. ഇവിടെ പിന്നെ അത്ലറ്റ്സ് ആയാലും ശരി, ഫുട്ബോൾ ആയാലും ശരി, ഖോഖോ ആയാലും ശരി, കബഡി ആയാലും ശരി, ഇതിലെല്ലാം തന്നെ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ പിന്നെ കായിക താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഒരു ഘട്ടത്തിൽ ഇപ്പം നീന്തൽ മത്സരം തന്നെ അതിൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പിന്നെ കപ്പ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു പ്രദേശമാണ്. പക്ഷേ ഇന്ന് ഈ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശീലനത്തിനുള്ള സൗകര്യമില്ല. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് തുടങ്ങുമ്പോൾ സിന്തറ്റിക് ട്രാക്കൊന്നുമില്ല, എങ്കിലും മണ്ണിലുള്ള 400 മീറ്റർ ആ ട്രാക്കിൽ നല്ല പരിശീലനം നടത്തിയിരുന്നു. ഫുട്ബോൾ ഉണ്ടായിരുന്നു, വോളിബോൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ അമ്പലക്കുളങ്ങളെല്ലാം ഉപയോഗിച്ച് അക്വാട്ടിക്സ് നീന്തൽ പരിശീലനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് സിന്തറ്റിക് ട്രാക്കാക്കി വലിയ വികസനം, ഒരു സ്പോർട്സ് കോംപ്ലക്സ് തന്നെ ശ്രീപാദം സ്റ്റേഡിയത്തിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് പണി പൂർത്തിയായിട്ടില്ല. പക്ഷേ സിന്തറ്റിക് സ്റ്റേഡിയം വന്നെങ്കിലും ആ സ്റ്റേഡിയം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ മെയിൻ്റനൻസ് സമയത്ത് നടത്താത്തത് കൊണ്ട് അത് ഉപയോഗപ്രദമല്ല, ഈ കായിക താരങ്ങൾക്ക് ഉപയോഗപ്രദമല്ല. ഇതുമായി ബന്ധപ്പെട്ട പിന്നെ എനിക്ക് ചോദിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ജാപ്പനീസ് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിന്തറ്റിക് ട്രാക്ക് വന്നതാണ് നിങ്ങൾ പറയുന്നത്, അതാണ് വാസ്തവം. പക്ഷേ ഒരു കമ്പനിക്ക് അത് കൊടുക്കുമ്പോഴത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായ പൂർണ്ണ ഉത്തരവാദിത്വം കൂടിയ കമ്പനി കൊടുക്കണം, ഇല്ലേ? എത്രയും വർഷത്തിൽ നമ്മളൊരു ഇത്രയും വലിയ കോൺട്രാക്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു അത്രയും വർഷം കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന അത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആ മെയിൻ്റനൻസ് നടക്കുന്നതല്ല. അത് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ നിർവഹിക്കുന്നില്ല. ഈ ആറ്റിങ്ങൽ മേഖല എന്ന് പറയുമ്പോൾ കായിക സംസ്കാരത്തിന് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഒന്നാം സ്ഥാനം നമുക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അതിൽ പ്രത്യേകിച്ചും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ട് കായിക താരങ്ങളുള്ള ഈ പ്രദേശത്താണ് നമ്മുടെ ഈ സ്റ്റേഡിയം വേണ്ട വിധത്തിൽ സംരക്ഷിക്കപ്പെടാതെ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന് ആലോചിക്കുന്നുണ്ടോ? ഇല്ല, അതിനെപ്പറ്റി അറിയില്ല, നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷേ ഈ സ്റ്റേഡിയത്തിൽ മതിയായ സ്റ്റാഫ്, ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്റ്റേഡിയത്തിൽ ഈ ട്രാക്ക് സംരക്ഷിക്കാനായിട്ട് അതിൽ എത്രയും മണൽ വീണ് കിടക്കുകയാണ്. പിറ്റുന്നുള്ള മണൽ പട്ടി തന്നെ എല്ലാം കൂടെ, പട്ടികളെല്ലാം കൂടെ ഇട്ട് മൊത്തം മണൽ, ഈ ഡസ്റ്റാണ് ഈ ട്രാക്കിന് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. അതുപോലും സംരക്ഷിക്കാതെ, അതുപോലെ തന്നെ ഇതിന് വാട്ടറിങ്, ഈ ചൂട് സമയത്തായാലും എപ്പോഴും ട്രാക്കിനൊരു വാട്ടറിങ് സിസ്റ്റം വേണം. അതിന് ഗ്രൗണ്ട്സ്മാൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അതിന് ക്ലീനിങ്ങിന് സ്റ്റാഫില്ല. അതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇതിൻ്റെ ലൈഫ് സ്പാൻ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രാക്കിൻ്റെ. പിന്നെ ഈ വാമിംഗ് അപ്പ് ഏരിയ ഇല്ല ഈ സ്റ്റേഡിയത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ടാണ് വാമിംഗ് അപ്പ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലും മത്സരങ്ങൾ പോലും നടത്താൻ കഴിയുന്നില്ല. അത്ലറ്റിക് മത്സരം അത് വാമിംഗ് അപ്പ് ഏരിയ ഉണ്ടായിരുന്നു, അതിപ്പോൾ കൊക്കോ കോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. യാതൊരു പ്ലാനും ഇല്ലാതെ. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമില്ല. നിങ്ങളിപ്പോൾ ഇത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആൾക്കാർ, ഇത്രയും നല്ലൊരു ട്രാക്ക് ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഭവത്തിലേക്ക് വന്നത്? അത് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. എങ്കിലും
ഇപ്പം ഗതികെട്ടായിരിക്കുമല്ലോ പത്രക്കാരെ കാണുന്നത് അല്ലേ? നമ്മുടെ സർക്കാർ അധികാരികളോടും മന്ത്രിയോടും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനോടും എല്ലാം നമ്മൾ നേരത്തെ ഇതിൽ അപേക്ഷ കൊടുക്കുകയും ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് മെയിൻ്റനൻസ് നടക്കാത്തതെന്നും ഉടനെ തന്നെ അത് പരിഹരിക്കാമെന്ന് നമ്മൾ പറഞ്ഞ് മടക്കുകയായിരുന്നു. അതിപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ യാതൊരുവിധ നടപടികളും അതിനുശേഷവും സ്റ്റേഡിയം മെയിൻ്റനൻസുമായിട്ട് നടക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുണ്ടായ ഒരു കാരണം. അതെനിക്ക് മനസ്സിലാവും. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവി ഉൾക്കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളത് ചെയ്യുന്നത്. അത്രയും ഗതികെട്ടായിരിക്കുമല്ലോ പത്രക്കാരെ കാണേണ്ട ഒരു അവസ്ഥ. നിങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്ത് മടുത്ത് കാണും ഇല്ലേ? അതൊക്കെ അല്ലേ വാസ്തവം? അതിൻ്റെ ഇത് ഉണ്ടാകുന്നില്ല, പ്രതികരണം വേണ്ട രീതിയിൽ പ്രതികരണങ്ങൾ ഈ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും സ്പോർട്സ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത്. സ്പോർട്സ് കൗൺസിൽ പരാജയമാണെന്നാണ് പറയുന്നത്. പരാജയമല്ല, ഇടപെടലുകൾ നടത്തണം. കുറേ കാര്യങ്ങൾ സ്പോർട്സ് കൗൺസിൽ ഇടപെട്ട് ഈ സ്റ്റേഡിയത്തിൽ വരുത്തിയിട്ടുണ്ട്, ആധുനിക സംവിധാനങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇടപെടലുകൾ വേണ്ടത്ര രീതിയിൽ മെയിൻ്റനൻസ് ആണ്, വാർഷിക മെയിൻ്റനൻസ് കൃത്യമായി നിർവഹിക്കപ്പെടുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ചെസ്സിൽ തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള പയ്യനൊക്കെ വേൾഡ് ലെവലിൽ അതിനേക്കാളും ബുദ്ധിമാന്മാരുള്ള സ്ഥലമാണ് കേരളമെന്ന് അങ്ങനെ കുറേ ട്രോളൊക്കെ വന്നിട്ടുണ്ട്. മതിയായ പരിഗണനയും മതിയായ പരിശീലനവും ഈ പറഞ്ഞ കെയറിങ്ങും ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ കേരളത്തിൽ നിന്ന് ഇതേപോലെ ആൾക്കാരൊന്നും ഉയർന്നു വരാത്തത്? ക്രിക്കറ്റ് തീർച്ചയായിട്ടും അത് തന്നെ. മതിയായ പരിശീലനം, അതിനുള്ള പ്ലാനിങ്ങും അതിനുവേണ്ടിയുള്ള ഫണ്ട് അലോട്ട്മെൻറ്റും ഒന്നും ഫലപ്രദമായി നടക്കുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. സ്പോർട്സിൻ്റെ ഭാഗത്തിലേക്കുള്ള കാശുകളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 10 വർഷമായി 9 വർഷമായിട്ട് വരുന്നില്ല എന്നാണ്. മതിയായ രീതിയിൽ വരുന്നില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മതിയായ രീതിയിൽ വരുന്നില്ല. കാരണം നിങ്ങൾ തന്ന ഈ പ്രസ് റിലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് 80 പേർക്കുള്ള സ്ഥലത്ത് 100 പേര് താമസിക്കുന്നുണ്ട്. അവർക്ക് മതിയായ ടോയ്ലറ്റ് സൗകര്യമില്ല. അത്രയും ഡ്രൈനേജ് മൊത്തം റോഡിലാണല്ലോ, എല്ലാം മൊത്തം റോഡിലിട്ട് ഒഴുകി മാസങ്ങളോളം പരാതി. അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന 1500 ഔട്ട് പേഷ്യൻസ് ഉണ്ട്. അവരൊക്കെ എല്ലാം തന്നെ ദുർഗന്ധം കൊണ്ട് അവരോട് നടക്കാൻ വയ്യാത്തൊരു സ്ഥിതിയാണ്. അത്രയും അവസ്ഥയായി. ഇപ്പം കുട്ടികൾക്ക് എങ്ങനെയാണ് അവർ താമസിക്കാൻ കാരണമൊക്കെ അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. ഡ്രൈനേജ് സിസ്റ്റം ശരിയാക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കുകയും മുനിസിപ്പാലിറ്റി നോട്ടീസ് കൊടുക്കുകയും അപ്പോൾ കൗൺസിലുകാർ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ഉടനെ പരിഹരിക്കാമെന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഒരു പരിഹാരമില്ല. അപ്പോൾ ഈ അടുത്തതായിട്ട് മുനിസിപ്പാലിറ്റി ഹോസ്റ്റൽ പൂട്ടാനൊരു തീരുമാനം, ഇതിൻ്റെ ഈ ഡാമേജ് കൊണ്ട് പൂട്ടാനൊരു തീരുമാനം. ഹോസ്റ്റലിൽ പൂട്ടിയ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പോകും, വിദ്യാർത്ഥികൾ കുഴയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നോട്ടീസ് കൊടുക്കുകയും അവർ ഇമ്മീഡിയറ്റായിട്ട് ഏതോ ഫണ്ട് വെച്ചിട്ട് പെർമനൻ്റായിട്ടൊരു ഡ്രൈനേജ് സംവിധാനം ചെയ്യാം എന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ. കാണണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൻ്റെ ഒരു വാർത്ത ചെയ്തായിരുന്നു. കാരണം ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൻ്റെ ആ ഭാഗത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെക്കുറിച്ചും അവിടെ ഹോസ്റ്റലിൻ്റെ തൊട്ട് ഭാഗത്തായിട്ട് ഇത്രയും മാലിന്യങ്ങളുണ്ട്, അവിടെ താമസിക്കുന്ന പിന്നെ കുട്ടികൾക്ക് പിന്നെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ചൊക്കെ ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. പക്ഷേ ഈ ആറ്റിങ്ങൽ നഗരസഭ അതിനുള്ള വേണ്ട ശ്രദ്ധ ഇപ്പോഴും ഞാൻ ഈ വാർത്ത ചെയ്യുന്ന സമയം വരെ ചെലുത്തിയിട്ടില്ല. അപ്പോഴാണ് ഈ പുതിയ പരാതിയുമായി ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ആൾക്കാർ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളാണ് നമ്മുടെ ഭാവി. ഈ സ്പോർട്സിൽ നിന്ന് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സാഹചര്യം കൊണ്ട് മടുത്തായിരിക്കും ഒരുപാട് കായിക താരങ്ങളൊക്കെ മുന്നോട്ട് വരാത്തത്. ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് ചുമതലയാണ്. ഈ വരുന്ന കുട്ടികളൊന്നും വലിയ പണക്കാര മക്കളൊന്നുമല്ല, പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വരുന്ന മക്കളാണ്. അവർക്കൊക്കെ ഈ പറയുന്ന അവസ്ഥയാണെന്ന് തുറന്നു പറയുന്നത് നമ്മുടെ അവർ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പരിഹാരമുണ്ടാകണം, നടപടി ഉണ്ടാകണം. ഇസ്മേൽസിനുവേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.